അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹില്ലി ജുസ് 1 പേജ് 32. വലാ തൻഖുദ് സഗീറത്തുൻ, ചെറിയ പെൺകുട്ടി വുളു മുറിക്കൂല. ചെറിയ പെൺകുട്ടിയെ തൊടലുകൊണ്ട് വുളു മുറിയൂല. ചെറിയ പെൺകുട്ടിയുടെ ഉദ്ദേശം എന്താ? ഐമൻ, ഒരു പെണ്ണ്. അങ്ങനത്തെ പെൺകുട്ടി ലം തബ്ലുഗ്, അവൾ എത്തിച്ചിട്ടില്ല ഹദ്ദൻ, ഒരു പരിധി. അങ്ങനത്തെ പരിധിയാണ് തുഷ്തഹ. ആ പരിധിയിൽ ഒരു സലീമത്തായ പ്രകൃതിക്ക് വികാരം തോന്നപ്പെടും. അങ്ങനത്തെ ഒരു വയസ്സ് എത്താത്തതെന്നാണ്. അല്ലാതെ 7 വയസ്സ് അങ്ങനത്തെ കണക്കൊന്നുമില്ല എന്നാ. അപ്പോൾ ഷേറുൻ, മുടിയും ഉദൂനെ മുറിക്കൂല. അപ്പോൾ സിന്നുൻ, പല്ലും മുറിക്കൂല. അപ്പോൾ ദുഫ്റുൻ, നഖവും മുറിക്കൂല. ഫിൽ അസുഹി, അസുഹായ വജീഹ് പ്രകാരം ഈ 4 വസ്തുക്കളും ഉദൂനെ മുറിക്കൂല. എന്താ മുറിക്കാണ്ടിരിക്കാൻ കാരണം? ലിന്തിഫായിൽ മാന ഫി ലംസിൽ മദ്കൂറാത്തി. ലിന്തിഫായിൽ മാന, നേരത്തെ പറഞ്ഞ വുളു മുറിയുന്നതിനുള്ളതായിരിക്കുന്ന മാന, അഥവാ വികാരത്തിനെ ഇളക്കി പുറപ്പെടുവിക്കുന്ന രസം സിദ്ധിക്കുക എന്നതില്ലാത്തതിന് വേണ്ടി എവിടെയല്ല ഫി ലംസിൽ മദ്കൂറാത്തി, മേൽ പറയപ്പെട്ടതായിരിക്കുന്ന സഗീറത്ത്, ഷേർ, സിന്ന്, ദുഫ്ർ, ഈ 4നെയും തുടർന്നില്ലല്ലോ. അതുകൊണ്ട് വുളു മുറിയില്ല. എന്താ ഈ 4ലും വികാരത്തിന് ഇളക്കി പുറപ്പെടുവിക്കുന്ന ഇൽത്തിദാദില്ല അറിയാൻ കാരണം? ഈ എന്ന അവലഹ, കാരണം ഈ 4ൽ വെച്ച് ആദ്യം പറഞ്ഞതായിരിക്കുന്ന കണ്ടാൽ ആശ തോന്നപ്പെടാതെ ചെറിയ പെൺകുട്ടിയ ആകുന്നത് ലീസ, ആ അവല് അല്ല മഹല്ലി ഷഹുവത്തി, അത് വികാരത്തിൻ്റെ മഹല്ലേ അല്ല. പിന്നെ തൊട്ടാ പിന്നാടെ വേറെ കാണണ്ടല്ലോ. അപ്പോൾ ബാക്കിയഹ, എന്നാൽ ആ മദ്കൂറാത്ത് നിന്ന് അവർ കഴിച്ച് ബാക്കിയുള്ളതായിരിക്കുന്ന മുടി, പല്ല്, നഖം, ഈ 3 ലാ യുൽത്തദ് ബിലംസി, ആ 3 ബാക്കിയുള്ളതായിരിക്കുന്ന 3നെയും തൊടലുകൊണ്ട് രസം സിദ്ധിക്കപ്പെടൂല. തൊട്ട് നിന്നുകൊണ്ട് രസം അനുഭവപ്പെടൂല. വയൽത്തുത, രസിക്കപ്പെട്ടാലും ശരി, ഭിന്നതിരി നോക്കലുണ്ട് ഇരഹി, ആ ബാക്കിയുള്ളതായിരിക്കുന്ന ഷീർ, സിന്ന്, ദുഫ്ർ, അതിലൊക്കെ നോക്കുമ്പോൾ രസം ഉണ്ടായേക്കാം, പക്ഷെ തൊടുമ്പോൾ പ്രത്യേക രസമൊന്നും ഉണ്ടാവില്ല. വസാനി എന്ന അസുഹിൻ്റെ മുക്കാബിലായിരിക്കുന്ന വജിഹാകുന്നത് യൻഖുദു. ഇതൊക്കെ ഈ പറഞ്ഞ 4ലും വുളൂനെ മുറിക്കുന്നതാണ്. എന്താ മുറിക്കലിന് ന്യായം? നദറൻ, നോക്കിന് വേണ്ടി, ഇലാ ലാഹിരിൽ ആയത്തി, ആയത്തിൻ്റെ ബാഹ്യത്തിലേക്ക് നോക്കി. ഈ വിഷയത്തിലുള്ള ലാഹിർ ഫി ഉമൂമിഹ, ആ ആയത്ത് ആമാക്കിയ വിഷയത്തിൽ സഹീറത്തി, സഹീറത്തിനെ വലിയ അജ്സായിൽ മദ്കൂറത്തി, മേൽ പറയപ്പെട്ടതായിരിക്കുന്ന ഷഹർ, സിന്ന്, ദുഫ്ർ, ഈ 3 ജുസുക്കളെ കാണാൻ പറഞ്ഞു. ലാമസ്തുമുൻ നിസാന്നില്ല, പെണ്ണുങ്ങളെന്ന്. അപ്പോൾ കണ്ടാൽ ആസ്വദപ്പെടാത്ത പെൺകുട്ടിയാണെങ്കിൽ അതും പെണ്ണിനല്ലേ. അപ്പോൾ തന്നെ പെണ്ണിൻ്റെ മുടിയും നഖവും പല്ലും അതുമൊക്കെ പെണ്ണിനാണല്ലോ, അതുകൊണ്ട് മുറിയുന്നതാണ്. അപ്പോൾ എതിരിൽ ഖിലാഫു, എന്നാൽ വുളു മുറിയോ ഇല്ലേ എന്നുള്ളതായിരിക്കുന്ന ഖിലാഫ് നടക്കും ഫീ ലംസിൽ മർഅത്തി, ഒരു പെണ്ണ് വന്ന് തൊടുന്ന വിഷയത്തിൽ. ആരെ തൊടുന്നു? സഗീറൻ, ഒരു ചെറിയ ആൺകുട്ടിയെ. എങ്ങനത്തെ ആൺകുട്ടിയാണ്? ലാ യുഷ്തഹ, ആ ആൺകുട്ടിയെ കണ്ടാൽ ആശ തോന്നപ്പെടൂല. എന്നാൽ അവിടെയും ഖിലാഫ് നടക്കും. അദ്ഹർ പ്രകാരം, അല്ല അസുഹ് പ്രകാരം ആ പെണ്ണിൻ്റെ വുളു മുറിയൂല, സാനി പ്രകാരം മുറിയും. ദക്കറഹു, ഈ പെണ്ണ് ആണ് പോയി തൊട്ടാലുള്ള അതേ വിഷയം ഖിലാഫ്. പെണ്ണ് ആൺകുട്ടി എങ്ങോട്ട് വന്ന് തൊട്ടെടുത്തും വരും എന്നതിനെ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫി ഷർഹിൽ മുഹദ്ദബി. ഷർഹിൽ മുഹദ്ദബ് എന്ന കിതാബ് പറഞ്ഞു. അനി ദാരിമി, ദാരിമി ഇമാമിനെ തൊട്ട് നഖലായിട്ട് പറഞ്ഞു. ഇത് ഹദീസിൻ്റെ റാവിയാകുന്ന ദാരിമി ഇമാമല്ല, ഫഖീൽപ്പെട്ട ആളാണ്. വലാ നഖ്ല, എന്നാൽ വുളു മുറിയലില്ല ബിൽത്തിഖായി ബശറത്തൈ റജുലി. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആണിൻ്റെയും പെണ്ണിൻ്റെയും തൊലി തമ്മിൽ ചേരുക എന്നാണ്. എന്നാൽ ആണിൻ്റെയും തൊലി തമ്മിൽ ചേർന്ന്, അതുകൊണ്ട് വുളു മുറിയലില്ല. വൽമറത്തേനി, ഒരു സ്ത്രീയുടെയും മറ്റൊരു സ്ത്രീയുടെയും തൊലി തമ്മിൽ ചേരൽ കൊണ്ടും വുളു മുറിയൂല. വൽ ഹുൻസൈനി, 2 സിഗണ്ടികൾ, നപുംസകകൾ, അവരുടെ തൊടലുകൊണ്ട് മുറിയൂല. വൽ ഹുൻസ റജുലി, ഒരു നപുംസകയും ഒരു പുരുഷൻ്റെയും നപുംസകൻ്റെയും പുരുഷനും ചേരലുകൊണ്ടും മുറിയൂല. അവിൽ മറത്തി, അല്ലെങ്കിൽ ഒരു നപുംസകൻ്റെയും പെണ്ണിൻ്റെയും തൊലി തമ്മിൽ ചേരലുകൊണ്ടും മുറിയൂല. വൽ ബഷറത്തു, ഇവിടെ ബഷറത്തിനെ തൊടുക എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ബഷറത്ത്? ഇൽത്തിക്കാവ് ബഷറത്തി എന്ന് പറഞ്ഞു. ആ ബഷറത്താകുന്നത് ലാഹി ഉൽ ജിൽദി, തോലിൻ്റെ ലാഹിറായിരിക്കുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ അത് പരസ്പരം ചേരാതെ അർത്ഥം. അറാബിയു, വുളു മുറിയുന്ന 4ാമത്തെ കാര്യമാകുന്നത് മസ്സു ഖുബുലിൽ ആദമി, മനുഷ്യൻ്റെ മുന്തുവാരത്തിനെ സ്പർശിക്കലാണ്.
ദക്കറൻ കാന ഉൻസ, ആ മുന്തുവാരം എന്നുള്ളത് ആദമി എന്നുള്ളത് ആണാദമിയാവട്ടെ പെണ്ണാദമിയാവട്ടെ, മിൻ നഫ്സിഹി, ആ സ്പർശിക്കൽ സ്വന്തം നഫ്സ് എന്നുള്ള ഖുബിലിനെ സ്പർശിക്കലാവട്ടെ, ഔ ഖൈരിയല്ല മറ്റൊരുത്തൻ്റെ ഖുബിലിനെ സ്പർശിക്കലാവട്ടെ, രണ്ടായിരുന്നാലും മുറിയും. ബത്നിൽ കഫി, പക്ഷേ എന്തുകൊണ്ടാകണേ സ്പർശിക്കൽ? മുങ്കയ്യൻ്റെ പള്ള കൊണ്ടാകണം, എന്നെങ്കിലാണ് ഉദു മുറിയുക. അൽ അസ്ലു ഫീ ദാലിക, മുങ്കയ്യൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഖുബിലിനെ തൊട്ടാൽ ഉദു മുറിയുമെന്നതിൻ്റെ അകത്തുള്ള ലക്ഷ്യമാകുന്നത് ഹദീസു തിരുമതി ഇബ്നു ഹിബ്ബാന വഗൈരിഹിമാ റളിയല്ലാഹു അൻഹു. ഇമാം തിരുമുദി, ഇമാം ഇബ്നു ഹിബ്ബാൻ, ഗൈറുഹുമാ, ഇവരുടെയൊക്കെ റിവായത്തിലെ ഹദീസാണ്. എന്താ ഹദീസ്? മം മസ്സ ദക്കറഹു ഫല്യതവല്ല, വഫീ റിവായത്തിൻ മൻ മസ്സ ഫർജഹു ഫല്യതവല്ല എന്ന ഹദീസാണ്. ആരെങ്കിലും അവൻ്റെ ദക്കറ് അവനെ തൊട്ടാൽ, ഇതോടെ ഇബാദത്ത് പറയാം, വല്ലൊരുത്തിനുമായിട്ട് ഫർജ് തൊട്ടാൽ ഫല്യതവല്ല, വുദു എടുക്കട്ടെ. വൽ മുറാദു, എന്നാൽ ഇവിടെ മത്തിലും ഹദീസിലൊക്കെ പറഞ്ഞല്ലോ മസ്സ്, ആ മസ്സിനാണല്ലോ ഉദ്ദേശമാകുന്നത് അൽ മസ്സു ബി ബത്നിൽ കഫി, മുങ്കയ്യൻ്റെ പള്ള കൊണ്ടുള്ളതായിരിക്കുന്ന തുടരാണ്. രണ്ട് മുങ്കൈ പരസ്പരം ചേർത്തി വെച്ചാൽ ടച്ചാകുന്ന സ്ഥലത്തിനാണല്ലോ പള്ള എന്ന് പറയുക. അപ്പോൾ ഈ ബത്നുൽ കഫാണ് മസ്സ് കൊണ്ട് ഉദ്ദേശം എന്ന് തെളിവെന്താ? ഇത് ഈ ഹദീസ് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് തെളിവിനോട്. എന്താ ഹദീസ്? ഇദാ അഫ്ളാ അഹദുക്കും ബിയദിഹി ഇലാ ഫർജിഹി വലൈസ ബൈനഹുമാ സിത്റുൻ വലാ ഹിജാബുൻ ഫല്യതവല്ല എന്ന ഹദീസാണ്. ഇദാ അഫ്ളാ അഹദുക്കും, നിങ്ങൾ എന്നുള്ളതായിരിക്കുന്ന ഒരാൾ അവൻ്റെ മുങ്കയ്യൻ്റെ പള്ള കൊണ്ട് തൊട്ടാൽ, ബിയദി അവൻ്റെ കൈയുണ്ട്, മുങ്കൻ്റെ പള്ള കൊണ്ട്, എങ്ങോട്ട്? ഇലാ ഫർജി, അവൻ്റെ ഫർജിലേക്ക് ചേർന്നാൽ, വലൈസ ബൈനഹുമാ, തിരത്തിൽ ഫർജിൻ്റെയും ആ മുങ്കയ്യൻ്റെയും ഇടയിലില്ല സിത്റുൻ, മറയില്ല, വലാ ഹിജാബുൻ, തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ സിത്ർ എന്നുള്ളതിൽ അത് തഫ്സീറാണ് ഹിജാബ് എന്നൊരു അഭിപ്രായമുണ്ട്, എൻ്റെ മുത്തറാദിപ്പാന്നൊക്കെ. വേറൊരു അഭിപ്രായം സിത്ർ എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്ത മറ. അപ്പോൾ തുണിശീല കൊണ്ടൊക്കെ മറച്ചാൽ കാണുമല്ലോ. ഹിജാബ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കാണാനൊക്കെ കഴിയും, പക്ഷേ തൊട്ടാ എത്തൂല, അപ്പം ഗ്ലാസ്സൊക്കെ മാതിരി, അങ്ങനെ അഭിപ്രായമുണ്ട്. എന്നാൽ അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തൊട്ടാൽ ഫല്യതവല്ലഹു, വുദു എടുക്കട്ടെ എന്ന ഹദീസാണ് തെളിവ്. വൽ ഇഫ്ലാഹു, ഇവിടെ ഇപ്പോൾ ഹദീസ് പറഞ്ഞല്ലോ ഇതാ അഫ്ലാന്ന്. അതെന്താ വിരിക്കുക? എന്താണ് ഈ അഫ്ലാ എന്ന് പറഞ്ഞാൽ? ഇഫ്ലാഹിൻ്റെ അർത്ഥമാകുന്നത് ലോകത്തൻ ഭാഷാർത്ഥത്തിൽ ഇഫ്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ മസ്സു ബി ബത്നിൽ കഫി, മുങ്കയ്യൻ്റെ പള്ള കൊണ്ട് തൊടുക എന്നാണ്. അപ്പോൾ ഇതാ അഫ്ലിൻ്റെ അർത്ഥം എന്തായി? നിങ്ങൾ വല്ലൊരുത്തനും അവൻ്റെ മുങ്കയ്യൻ്റെ പള്ള കൊണ്ട് ഫർജിലേക്ക് തൊട്ടാൽ എന്തായി? അപ്പോൾ മസ്സുൽ, അപ്പം ഇവിടെ ഇപ്പോൾ പിന്നെ നമ്മൾ മത്തിൽ പറഞ്ഞത് സ്വന്തം ആവട്ടെ മറ്റുള്ളവൻ്റെ ആവട്ടെ ആരെ ഫർജ് തൊട്ടാലും മുറിയുന്നതാണ്. ഹദീസിൽ ഇപ്പോൾ സ്വന്തം ഫർജ് തൊട്ടാലേ മുറിയുന്നല്ലേ വന്നിട്ടുള്ളൂ. ആ മറ്റുള്ളവരെ ഫർജ് തൊട്ടാൽ മുറിയുമെന്നുള്ളതിന് തെളിവ് ഖിയാസാണെന്ന് പറയാം. അപ്പോൾ മസ്സുൽ ഫർജ് മിൻ ഖൈരി എന്ന മറ്റൊരുത്തൻ്റെ ഫർജ് പോയി തൊടലാകുന്നത് അഫ്ഹഷു, അത് ഏറ്റവും മ്ലേച്ഛമായ നീചമായ നികൃഷ്ടമായ ഒരു പണിയാണല്ലോ. മിൻ മസ്സിഹി, ഒരുത്തൻ തൊടുന്നതിനേക്കാൾ, മിൻ നഫ്സി, അവൻ്റെ സ്വന്തം നഫ്സിൻ്റെ ഫർജ് തൊടുന്നതിനേക്കാൾ. സ്വന്തം നഫ്സിൻ്റെ തൊടുന്ന ഒരു ഫായിഷായ പണിയാണത്, സ്വന്തം നഫ്സിൻ്റെ ഫർജ് തൊടുന്നത്. അതിനേക്കാളും ഫായിഷല്ലേ ഈ മറ്റൊരുത്തൻ്റെ പോയി തൊടൽ. അപ്പോൾ ഈ ഫുഹ്ഷ് കുറഞ്ഞ സ്വന്തം നഫ്സിൻ്റെ തൊട്ടാൽ തന്നെ വുദു മുറിയുന്ന ഹദീസിൽ വരുമ്പം ഫുഹ്ഷ് കൂട്ടിയ മറ്റൊരുത്തൻ്റെ തൊടുമ്പോൾ ഏതായാലും മുറിയും എന്നർത്ഥം. എന്താണ് അത് അഫ്ഹഷാൻ കാരണം? ലിഹത്തിഹി, മറ്റൊരുത്തൻ്റെ ഫർജ് പോയി തൊടുമ്പം ആ തൊടൽ പറിച്ച് ചീന്തുന്നതിന് വേണ്ടി, ഹുർമത്ത ഖൈരിഹി, മറ്റൊരുത്തനക്കുള്ളതായിരിക്കുന്ന ഒരു ബഹുമാനത്തിന്, ആ തൊടപ്പെടുന്ന ആളെ ഒരു മൈൻഡും വെച്ചില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഏതെങ്കിലും ആദരിക്കപ്പെടുന്ന ഒരാളെ ഫർജ് പോയിട്ട് ഇറങ്ങും തൊടുവോ? അപ്പോൾ അങ്ങനത്തെ ഒരു മോശം കൂടിയാടുണ്ട്. വരിഹാദ, അപ്പോൾ ഈ പിന്നെ മറ്റൊരുത്തൻ്റെ പോയി തൊടുന്ന അവസരത്തിൽ മറ്റവൻ്റെ ഹുർമത്ത് പറിച്ച് ചീന്തൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാരണം കൊണ്ടാണ് ലാ താഴ്തന്നെ ഖുദു, മറ്റൊരുത്തൻ്റെ ഫർജ് തൊടൽ മൂലം വുദു മുറിയ എന്നുള്ളത് വിട്ടുകിടക്കാത്തത് ഇലൈഹി ഖൈറിലേക്ക്, തൊട്ടവൻ്റെയിലേക്ക് മാത്രമേ നിൽക്കൂ. തൊട്ടവൻ്റെ മാത്രമേ മുറിയുന്നുള്ളൂ, തൊടപ്പെട്ടവൻ്റെ മുറിയെടുക്കാൻ കാരണം. കാരണം അവിടെ അഭിമാനം ഏതായാലും പോയി. ഇനിയിപ്പോൾ വുദൂടി പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവനോട് കൂടുതൽ വിഷമിപ്പിക്കില്ല. കൊണ്ട് വഖൈലാനി പറയപ്പെട്ടു ഫിഹി, ഈ തൊടപ്പെട്ടവൻ്റെ ഫർജ് തൊടപ്പെട്ടവൻ്റെ വുദു മുറിയുന്നതിലുണ്ട് ഖിലാഫുൽ മൽമൂസി, സ്കിന്ന് തമ്മിൽ അഥവാ തൊലി തമ്മിൽ പരസ്പരം തൊടപ്പെട്ടെടുത്ത് ഉള്ള ഖിലാഫുണ്ട്. അവിടെ ഇപ്പോൾ ബലപ്പെട്ട് പ്രകാരം മുറിയൂരാന്നും മറ്റേ മുറിയുന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ, ആ അഭിപ്രായം പടിയും വരുമെന്ന്. വക്കത്തക്കതമാ ഖിലാഫാണെങ്കിൽ 32-ാമത്തെ പേജിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഫർജിൻ്റെ കുബില് തൊടുകയാണ്. അപ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും കുബില്, ആണിൻ്റെ എല്ലാവർക്കും തിരിയും, പെണ്ണിൻ്റെ കുബിൽ ഏതാ അത് പറയാം. കുബിൽ മറുകത്തി, പെണ്ണിൻ്റെ മുന്തുവാരമാകുന്ന എങ്ങനത്തെ മുന്തുവാരം, അന്നാഖുദു മസ്സുഹു, ആ കുബിലിനെ തൊട്ടിക്കാണെങ്കിൽ വുദൂനെ മുറിക്കും. അങ്ങനെയുള്ളതായിരിക്കുന്ന കുബിലാകുന്നത്
മുൽത്തഖ ഷുഫ്രൈഹ, അവളുടെ രണ്ട് ചുണ്ടും ഒരുമിച്ച് കൂടപ്പെടുന്നതായിരിക്കുന്ന ആ സ്ഥലമാണ്. ഫർജിൻ്റെ രണ്ട് ചുണ്ടും കൂടി ഒരുമിച്ച് കൂടുന്ന ആ സ്ഥലമാണ്, ടച്ചാകുന്ന സ്ഥലമാണ് ദക്റഹു. അപ്പം പെണ്ണിൻ്റെ ഫർജെന്ന് വുളു മുറിക്കുന്ന സ്ഥലം മുൽത്തഖ ഷുഫ്രൈഹിയാണ് എന്നതിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഈ ഷറയിൽ മുഹദ്ദബിൽ പറഞ്ഞിരിക്കുന്നു. ഖാല ഷറയിൽ മുഹദ്ദബിൽ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈൻ മസ്സത്ത്, അപ്പം ഇനി ഒരു പെണ്ണ് തൊട്ടാൽ ഒരു സ്ഥലത്തിന്, അങ്ങനത്തെ സ്ഥലമാണ് വറാ ഷുഫ്രൈനി, രണ്ട് ചുണ്ടിൻ്റെ പിന്നിലുള്ള സ്ഥലം. ആ രണ്ട് ചുണ്ട് ഒരുമിച്ച് വിടുന്ന സ്ഥലമല്ല, ചുണ്ടുമ്മലുമല്ല, പിന്നെ അതിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന അപ്പുറപ്പുറമുള്ളൊക്കെയുള്ള സ്ഥലം തൊട്ടാൽ ലമ്യം തക്കുത്, എന്നാൽ ഒന്നും മുറിയൂല, ഫിലാ ഖിലാഫിൻ, അവിടെ ഖിലാഫിനല്ല എന്ന് നബി റളിയല്ലാഹു അൻഹു ഷറയിൽ മുഹദ്ദബിൽ പറഞ്ഞു. വക്കത, ഇങ്ങനെ ഖുബുല് തൊട്ടാൽ വുളു മുറിയുന്ന മാതിരി തന്നെയാണ് ഫിൽ ജദീദി, ജദീദായ ഖൗല് പ്രകാരം ഹൽഖത്തു ദുബുരിഹി, മനുഷ്യൻ്റെ പിന്തുവാരത്തിൻ്റെ വട്ടക്കണ്ണിയെ തൊടൽ, അയ്യല്ല ആദമി, ഹീൻ്റെ ദമീർ ആദമിയിലേക്കാണ് കാണിക്കുക. അതിന് തെളിവെന്താ? ഖിയാസൻ അലാ ഖുബുരിഹി, മനുഷ്യൻ്റെ മുന്തുവാരത്തിൻ്റെ മേൽ ഖിയാസാക്കി, മുന്തുവാരം തൊട്ടിക്കാണെങ്കിൽ മുറിയുമ്പോൾ നേരത്തെ വന്നല്ലോ അതിൻ്റെ മേലെ ഖിയാസാക്കി. അപ്പം എന്താ ഈ മുന്തുവാരത്തിൻ്റെ മേൽ പിന്തുവാരത്തിനെ ഖിയാസാക്കാനുള്ള വജൂഷബ് എന്താ? അത് ജാമീൻ നഖ്ലി ബിൽ ഖാരിജി മിൻഹുമാ, അതാണ് അത് വജൂഷബ്. ജാമീൻ നഖ്ലി വുദുവിനെ മുറിക്കലോ എന്നുള്ള വജൂഷബ് കൊണ്ട്. എന്തുകൊണ്ട് മുറിക്കും? ബിൽ ഖാരിജി, പുറപ്പെടുന്ന സാധനം കൊണ്ട്, മിൻഹുമ, മുന്തുവാരത്തും പുറപ്പെടുന്നു, മുന്തുവാരത്തും പുറപ്പെടുന്ന മൂത്രം പോലത്തുള്ള മുറിയുന്നമാതിരി പിന്തുവാരത്തും പുറപ്പെടുന്ന കാഷ്ടം പോലത്തുള്ള മുറിയുണ്ടല്ലോ, അന്നേക്ക് രണ്ടും തമ്മിൽ യോജിപ്പുണ്ട്, അതാണ് ഖിയാസാക്കാൻ കാരണം. വൽ ഖദീമു എന്ന ഇമാമുൽ ഷാഫി റളിയല്ലാഹുവിൻ്റെ ഖദീമായ ഖൗലാകുന്നത് ലാ നഖ്ല, വുദു മുറിയലില്ല എന്നാണ്. ബി മസിഹ, ഹൽക്കത്ത് ദുബുറിനെ തൊടലുകൊണ്ട് വുദു മുറിയൂലാന്നാണ്. അതിന് ന്യായം എന്താ? വഖൂഫൻ നിർത്തുന്നതിന് വേണ്ടി മാ ലാഹിരിൽ ഹദീസ് സാബിഖത്തി, മുൻകടന്ന ഹദീസുകളുടെ ലാഹിറിനെ കൂടെ നിന്നു. എന്താണ് ലാഹിർ? ഫിൽ ഇഖ്തിസാരി അൽ ഖുബുലി, ഖുബുലിൻ്റെ മേൽ ചുരുക്കിക്കുകയാണല്ലോ, അത് നമ്മൾ ഇതിനെ ഖിയാസാക്കി വലുതാക്കുന്നത്. അവൻ അന്നേരത്ത് അവിടെ നിർത്തിയാൽ മതി. ഇതാണ് ഫഅബ്ബറ ഫി ഷർഹിൽ മുഹദ്ദബി, ഇവിടെ ഇപ്പം മിൻഹാജിൽ ഹൽഖത്തു ദുബുരിഹി എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് ഷർഹിൽ മുഹദ്ദബിൻ്റെ നബി റളിയല്ലാഹു അൻഹു ഇബാറത്തിട്ടത് ബിദ്ദുബുരി, ദുബുർ എന്നാണ്, ഹിന്ദുവാരം എന്നതാണ്. ഇപ്പോൾ കാല ഷർഹിൽ മുഹദ്ദബിൻ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുറാദ് ബി, എന്നാൽ ഇവിടെ ദുബുർ കൊണ്ട് ഉദ്ദേശമാകുന്നത് മുൽത്തഖൽ മൻഫദി, ആ പിന്തുവാരത്തിൻ്റെ ദ്വാരം പരസ്പരം ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണെന്ന്, ദ്വാരത്തിൽ നിന്ന് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണെന്ന്. അമ്മാമ എന്ന ഒരു സ്ഥലമാകുന്നത് വറാദാലിക്ക, മുൽത്തഖൽ മൻഫദിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന സ്ഥലമാകുന്നത്, അത് ഉയികളുടെ സ്ഥലമാകുന്നത്. ആ ഉയികളുടെ വിനേത ബാത്തിനിൽ അല്യത്തീനി, രണ്ട് ചന്തിക്കെട്ടിൻ്റെ ഉള്ള്, ആ സ്ഥലമാകുന്നത് ഫലായം കുളു, ആ സ്ഥലത്തിൻ്റെ തുടൽ വുദു മുറിക്കൂല. ബിലാ ഖിലാഫിന്, അവിടെ പിന്നെ ഖദീം ജദീദുള്ള ഖിലാഫിനല്ല. ഇന്ദഹ, ഷർഹിൽ മുഹദ്ദബിൽ പറഞ്ഞു തീർന്നു. വലാമു ഹൽഖത്തിൻ, ഇവിടെ മത്തിനുണ്ടല്ലോ ഹൽഖത്ത് ദുബുരീൻ, ആ ഹൽക്കത്ത് എന്നിട്ടുള്ള ലാമാകുന്നത് അതിൻ്റെ ലബത്ത് സാകിന സുക്കൂനാണ്, ഫത്തഹോ ഗസ്റോ ഒന്നും അല്ല അർത്ഥം, ഹൽഖത്ത് എന്നാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.